ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. എനിക്ക് പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ലാൻഡ്മാർക്കായിട്ടുള്ള താമരയുടെ ദൃശ്യമൊക്കെ. അപ്പോൾ വിശേഷം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാസം 2-ാം തീയതി 27-ാം തീയതി വെച്ചിട്ടാണ് 2-ാം തീയതി തുടങ്ങിയിട്ട് അടുത്ത മാസം 10-ാം തീയതി വരെ നിൽക്കുന്ന ഒരു വലിയൊരു മേള നടക്കുകയാണ്. അപ്പോൾ ഇന്നായിരുന്നു അതിൻ്റെ ഇനാഗുറേഷനും കാര്യങ്ങളും. ഇനാഗുറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. നാളെ മുതൽ പൊതുജനങ്ങൾക്കായിട്ട് ഈ മേള തുറന്നു കൊടുക്കുന്നതാണ്. ഇവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ചുരുക്കി പറയാം, കൊള്ളാം. വലിയൊരു മേളയാണ്. വലിയ മേള കാര്യങ്ങളൊക്കെ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാളുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ 100-ൽ 10% മാത്രമേ ഇപ്പോൾ റെഡി ആയിട്ടുള്ളൂ. അതായത് 2-ാം തീയതി ഇനാഗുറേഷൻ കഴിഞ്ഞ് നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ആൾക്കാർക്ക് തുറന്നു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും വിഷ്വൽസൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ശാന്തിഗിരി ഫെസ്റ്റ് ആരംഭിക്കുന്നത് 2-ാം തീയതി മുതലാണ്. ഇന്നായിരുന്നു അതിൻ്റെ ഇനാഗുറേഷൻ. 27-ാം തീയതി മുതൽ വച്ചിരുന്നതാണ്. എന്തായിരുന്നാലും അത് മാറ്റി 2-ാം തീയതിയിലേക്ക് ആക്കി. ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായിരുന്നാലും പൂർണ്ണമായിട്ട് റെഡി ആയിട്ടില്ല. ഇതിനകത്തുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. വാട്ടർ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ലൈറ്റിംഗ് സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഹൗസിൻ്റെ മാതൃക അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നാളെയോ മറ്റന്നാളോ എല്ലാം റെഡിയാവും. അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷൻ, കുറേ മൃഗങ്ങളുടെ സ്റ്റാച്ചു മാത്രമല്ല ഒറിജിനൽ ഇവിടെ ഉണ്ട് കേട്ടോ. പോകും വഴിക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഫുഡ് കോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് റെഡിയാക്കിയിട്ടുണ്ട്. പല സ്റ്റാളുകളുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് വേറൊരു സെക്ഷനാണ്. ഇതിനകത്ത് ഫുള്ളായിട്ട് ലൈറ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ ഇതിനകത്ത് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ജോസ്കോയുടെ ഗാനമേള കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിസരം നല്ല കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതിനകത്തുണ്ട്. നമ്മൾ തുടക്കം കണ്ടപ്പോൾ ആളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെയാണ് മുഴുവൻ ആൾക്കാർ ഇന്ന് നിൽക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ഗാനമേള കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ നിറച്ച ആളാണ്. ഇന്ന് ഉദ്ഘാടന ദിവസമായ ഇന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് പാസ് വെച്ചിട്ടാണ് അകത്തേക്ക് കയറാൻ പറ്റുന്നത്. 100 രൂപ എന്തോ ആണ് ടിക്കറ്റ്. കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് ഒരു സൈഡിൽ കുറേ പശുക്കളൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അവിടുത്തെ എന്തോ പ്രത്യേക ഇനം പശുക്കളാണെന്ന് തോന്നുന്നു കേട്ടോ. പ്രത്യേകമായിട്ട് അവർ പറയുന്നത് ആ കുട്ടി പശുവിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ പശുക്കളും ശ്രദ്ധിച്ചറിയാം, ഒരുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. കൊമ്പിൽ ബണ്ണൊക്കെ ഇട്ട് അതിൽ ബോയൊക്കെ വെച്ചിട്ടുണ്ട് കുഞ്ഞു പശുവിന്. അങ്ങനെ ഒരു സെക്ഷനിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് എല്ലായിടവും അറിയാമല്ലോ, ഒരുക്കങ്ങൾ തീരില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പണികൾ നടക്കുന്നേ ഉള്ളൂ. അത് ലൈറ്റും കാര്യങ്ങളൊന്നും എല്ലാം ഓൺ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. ഇത് ഗാനമേളയുടെ വേദിയാണ് കേട്ടോ. ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. നല്ല എനർജിക്ക് ആയിട്ടുള്ള നല്ല ഗാനമേള. കുറച്ച് നേരം ഞാൻ അത് കേട്ടിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റാച്ചു മാത്രമല്ല ഒറിജിനലും ഉണ്ട് കേട്ടോ. ഇവിടെ കുതിരയും ഒട്ടകവും. കുതിര എത്തിയിട്ടില്ല, ഒട്ടകമുണ്ട്. ഒട്ടക സഫാരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ശാന്തിഗിരിയുടെ ലാൻഡ്മാർക്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ ആ താമരയുടെ ഒരു വലിയൊരു ശില്പമല്ലേ. ഞാൻ പിന്നെ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതൊന്ന് കാണാൻ പോയെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അവിടെ പോയി അകത്തേക്ക് പ്രവേശനമില്ല ഈ സമയം ആയതുകൊണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഒരു വിശേഷമായിട്ട് മറ്റൊരു എപ്പിസോഡ് കാണാം. ബൈ.